എന്നും വിവാദങ്ങൾ PV അൻവറിനൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു വില്ലൻ പരിവേഷവും അൻവറിനുണ്ട്. എന്നാൽ ഇപ്പോൾ അൻവറിന് ഒരു നായക പരിവേഷമാണ് CPM-നുള്ളിൽ പോലും. പലരും പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു എന്ന അഭിപ്രായമാണ് പൊതുവെയുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു തീപ്പൊരിയാണ് അൻവർ കൊളുത്തിവിട്ടത്. ഇതാദ്യമായല്ല രാഷ്ട്രീയ കൊടുങ്കാറ്റ് അദ്ദേഹം അഴിച്ചുവിടുന്നത്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിച്ചുവെന്നും രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് അൻവർ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിവാദങ്ങളൊന്നും അൻവറിനെ ബാധിക്കാറേയില്ല. കാമാൻ കൂളാണ് നിലമ്പൂർ MLA. തനിക്കെതിരെയുള്ള ശരങ്ങളെ തടുക്കുന്നതിൽ അസാമാന്യ മെയ്വഴക്കവും അൻവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ADGP MR അജിത് കുമാറിന് നേരെ തൊടുത്തുവിട്ട ആരോപണ ശരം അൻവറിനെ പ്രതിരോധത്തിലാക്കിയോ എന്നൊരു തോന്നലുണ്ടാക്കി. പക്ഷെ പൂർവാധികം ശക്തിയോടെ അൻവർ ആരോപണവുമായി മുന്നോട്ട് പോവുകയാണ്. സഖാവ് എന്ന ലേബലിലാണ് അൻവർ വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ വന്നിട്ടും പാർട്ടി അംഗമല്ലാത്തതിനാൽ അൻവറിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. സാധാരണ ഒരു ബ്രാഞ്ച് അംഗം പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന പാർട്ടി എന്തുകൊണ്ട് അൻവറിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് ചിന്തിക്കുന്നിടത്താണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. പാർട്ടിയിലെയും സർക്കാരിലെയും കിരീടം വയ്ക്കാത്ത രാജാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവറിൻ്റെ ഇപ്പോഴത്തെ ആരോപണങ്ങളെല്ലാം ചെന്നുകൊള്ളുന്നത് പിണറായിയുടെ നേർക്ക് തന്നെയാണ്. ആരോപണങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട അൻവർ എല്ലാം ഇവിടെ നിർത്തുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അൻവർ അടങ്ങിയെന്നൊക്കെ മാധ്യമങ്ങൾ തലക്കെട്ട് നിരത്തി. പിറ്റേ ദിവസം തന്നെ അൻവർ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണുകയും ഒന്നും തീർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പണ്ട് VS-ന്റെ കാലത്തുണ്ടായിരുന്ന പാർട്ടിയിലെ ഗ്രൂപ്പിസം പിണറായി ഇത്രനാളും ചവിട്ടിപ്പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അടുത്ത സമ്മേളനത്തിലും പിണറായിയുടെ മേൽക്കോയ്മയുണ്ടായാൽ പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ എന്തിനാ എന്ന് ചിലർ ചിന്തിച്ചു തുടങ്ങിയെടുത്താണ് അൻവർ എന്ന കുട്ടിച്ചാത്തൻ പുറത്തു ചാടിയത്. അൻവറിനൊപ്പം എന്ന് നിലപാട് പ്രഖ്യാപിച്ച് പ്രതിഭ രംഗത്ത് വന്നു. പല നേതാക്കളും അർദ്ധഗർഭമായ മൗനം തുടരുന്നു. അൻവറിനുള്ള മൗനസമ്മതമാണെന്നാണ് വ്യാഖ്യാനം. ഒരു കാര്യം ഉറപ്പാണ്, അൻവർ ഉയർത്തിയ വിഷയം പലരും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. പിണറായിയെ ഭയന്ന് പുറത്തു പറഞ്ഞില്ലെന്ന് മാത്രം. CPM-ലും സർക്കാരിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും ദഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി സെക്രട്ടറിമാരെ വെറും നോക്കുകുത്തികളാക്കിയത് പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടു. കളങ്കിതനായ P ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ചു. ശശി ADGP അജിത് കുമാറിനെ തൻ്റെ സാമന്ത രാജാവായി നിയമിച്ചു. രാജാവിനേക്കാൾ വലിയ രാജാവായി അജിത് കുമാർ പോലീസിനെ ഭരിക്കാൻ തുടങ്ങി. പിണറായി ഭരണകാലത്ത് സർക്കാരിനെ നാറ്റിക്കുന്നത് പോലീസാണ്. എന്നിട്ടും കാര്യക്ഷമമായ നടപടിയൊന്നും സ്വീകരിക്കാതെ മുഖ്യമന്ത്രി മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി. പിണറായിയെ ഭയന്ന് ആരും ഒന്നും പറയുന്നില്ല. ഇത്രയും ഭയം പ്രസരിപ്പിച്ച മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് ഹീറോ ആവാൻ നോക്കി. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന മട്ടിലാണ് കാര്യങ്ങൾ. അന്വേഷണ സംഘം വെറും പ്രഹസനമായി മാറുമോ എന്ന സംശയമാണ് ഉയർന്നത്. അതോടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ശക്തി കൂടുകയാണ് ചെയ്തത്. ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന സംസാരമാണ് പൊതുവെ ഉള്ളത്. അതിനിടെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ CPM ഏറ്റെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ചർച്ചയാകുന്നു. ഇപ്പോൾ തന്നെ ഭൂതത്തെ തുറന്നുവിട്ടതും പാർട്ടി സമ്മേളനങ്ങൾ മുന്നിൽ കണ്ടാണെന്ന അടക്കം പറച്ചിലുകൾ ശരിവയ്ക്കുന്നതാണ് നിലവിലെ സംഭവവികാസങ്ങൾ. അൻവറിൻ്റെ ആരോപണങ്ങൾ അന്വേഷിച്ച് സത്യം പുറത്തുകൊണ്ടുവരണമെന്ന ആവശ്യമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നത്. ചുരുക്കത്തിൽ അൻവറിനെ സഹാവ് അൻവറാക്കി മാറ്റുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ.